കളമശ്ശേരി HMT ജംഗ്ഷനോട് വളരെ അടുത്തായിട്ട് മണലിമുക്കിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റും കൂടിയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടും കൂടിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കളമശ്ശേരി അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് മെഡിക്കൽ കോളേജിലേക്കും ന്യൂ ആർട്സ് കോളേജിലേക്കും വളരെ അടുത്ത് തന്നെയാണ്, നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. കൂടാതെ ആലുവ ഭാഗത്തേക്കും എടപ്പള്ളി ഭാഗത്തേക്കും പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. 3 സെൻറ്റ് 500 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 1700 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ ആണ്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ഇതിൻ്റെ ഇന്റേണൽ റോഡ് കൊടുത്തിരിക്കുന്നത് ടൈല് വിരിച്ച് ഭംഗിയായിട്ടാണ്. എലവേഷനും ഭംഗിയുള്ളൊരു എലവേഷൻ കൊടുത്തിട്ടുണ്ട്. മതിൽ CNC കട്ടിങ്ങും ഗ്ലാഡിക് സ്റ്റോൺ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് അതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റും വന്നിരിക്കുകയാണ്. നേരെ നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. വലിയൊരു വാഹനം ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. കടപ്പാക്കല്ല്, ആർട്ടിഫിഷ്യൽ ഗ്രാസ് വന്നിട്ടുണ്ട്. ഇന്നോവ പോലുള്ള വലിയ വാഹനങ്ങൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനും അത് കവർ ചെയ്യുന്ന രീതിയിലാണ് പോർച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് സെറ്റ് ബാക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. ഇനി നമ്മൾ നോർത്ത് സൈഡിലേക്കാണ് പോകുന്നത്. നോർത്ത് സൈഡിൽ ഈ ഭാഗത്തും സ്വിഫ്റ്റ് i20 പോലുള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം ഈ ഭാഗം വരുന്നത് നോർത്ത് വെസ്റ്റ് കോർണറും കൂടിയാണ്. ഇനി നമ്മൾ വീടിനകത്തേക്ക് കയറുവാണ്. സിറ്റ് ഔട്ടിൽ നിന്നും കയറുന്ന രീതിയിലാണ് സ്റ്റെപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് പാർക്കിംഗ് സ്പേസ് പോവാത്ത രീതിയിലാണ് സ്റ്റെപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അകത്തേക്ക് കയറാം. ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 2 പീസ് ഡോറാണ് വന്നുള്ളത്. അതും ടീക്കൂഡിൽ നല്ല മരത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് വരാം. നമ്മൾ ലിവിങ് സ്പേസിലാണ്. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഭംഗിയായിട്ടാണ് ഇൻറ്റീരിയൽ വർക്കും കൊടുത്തുള്ളത്. ഇത് സൗത്ത് സൈഡാണ്. 2 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡ്. ഇവിടെ 3 പാളി ജനൽ പാനൽ ചെയ്തിരിക്കുകയാണ്. ഫാൾ സീലിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വുഡിൻ്റെ ടെക്സ്ചറുള്ള പെയിൻറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ലൊരു ഫാൻ വരുന്നുണ്ട്. ഫാൻസി ലൈറ്റുകളെല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട്. ഇനി യൂണിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ PVC ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. വലിപ്പോൾ ഒരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് താഴെയും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് പോവുകയാണ്. ഈ ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന എൻട്രൻസിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലോക്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. വലിപ്പമുള്ളൊരു ഡൈനിങ് ടേബിൾ ഇട്ടാലും കൺജസ്റ്റഡ് ആവാത്ത രീതിയിൽ നമുക്ക് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നല്ലൊരു ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. ഇനി സ്റ്റെയറിൻ്റെ അടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വാഷ് കൗണ്ടർ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു നാനോ വൈറ്റ് ഗ്രാനൈറ്റിന് മേലെ വലിപ്പമുള്ളൊരു വാഷ് പീസും കൊടുത്തിട്ടുണ്ട്. പില്ലർ കോക്ക് വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. ഇതിനകത്തായിട്ട് നമുക്ക് ഇൻവെർട്ടറും മറ്റും വയ്ക്കാനുള്ള പവർ പോയിൻ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുകയാണ്. ഇനി കിച്ചണിലേക്ക് വരാം. കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ഫാൻസി ലൈറ്റുകൾ വരുന്നുണ്ട്. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഹുഡും ഹൂപ്പും വയ്ക്കാം. ഓൾറെഡി ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് താഴെയും മേലേക്ക് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടാപ്പിനുള്ള പ്രൊവിഷനും അവൈലബിൾ ആണ്. ഇങ്ങനെ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പം ഭംഗിയായിട്ടാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. സൗത്തിലേക്ക് തുറക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രധാന ഡോറ് കൊടുത്തിട്ടുള്ളത്. ഇതിന് മേലെയായിട്ടും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഹാങ്ങിങ് ലൈറ്റും ഒക്കെ ആയിട്ട് ഭംഗിയായിട്ട് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. നോർത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 12 അടി നീളവും 11 അടി വീതിയിലുമാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. ഇത് വെസ്റ്റ് സൈഡുമാണ്. 3 പാളി ജനലാണ് വെസ്റ്റ് സൈഡിൽ വന്നുള്ളത്. ഇവിടെ ഓരോ പാളി വീതം ജനലും കൊടുത്തിട്ടുണ്ട്. വാൾഡ്രോബ്സ് ഇങ്ങനെ 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു വലിയൊരു മിററും കൂടി കൊടുക്കാനുള്ള സ്പേസും ഉണ്ട്. നമുക്ക് ബാത്റൂമിലേക്ക് വരാം.
നല്ലൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. പില്ലർ ഒക്കെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മിറർ വരുന്നുണ്ട്. ഇനി വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് കൺസീൽഡ് ഫ്രഷ് ടാങ്ക് ആണെന്നുള്ളത് സെറേഡയാണ്. ഇവിടെ ആയിട്ടാണ് ഷവർ പാനലും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളത്. അപ്പോൾ ഭയങ്കര ഷവർ പാനൽ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല് ഭിത്തി ഗ്ലോസിയാണ്. അപ്പോൾ നല്ലൊരു ബാത്റൂമും നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയറിലേക്ക് വരാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്ന രീതിയിൽ ടഫൻഡ് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടാണ്. ഇതിൽ ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നേരെ നമ്മൾ മേലേക്ക് വരികയാണ്. നല്ലൊരു ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. നോർത്ത് സൈഡിൽ അവിടെ പെർഗോളാസ് വരുന്നുണ്ട്. ഇതിന് മേലെയും പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് നമുക്ക് താഴെ കിട്ടുന്നുമുണ്ട്. അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഒരു കോറിഡോർ പോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് ലൈറ്റുകളൊക്കെ തൂക്കിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയും ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയ കിട്ടുന്നുണ്ട്. ഇത് വരുന്നത് ഡൈനിങ്ങിന് മേലെയായിട്ടാണ്. ഇനി നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 12 അടി നീളവും 10 അടി വീതിയിലുമാണ്. ഇത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. നോർത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. നല്ലൊരു വാഷ് ബേസിൻ വന്നിട്ടുണ്ട്. മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. ഇവിടെ ആയിട്ട് ഡയവേറ്ററാണ് വന്നുള്ളത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. താഴത്തെ ടൈലിന് ഒരു കളർ പാറ്റേണിൽ മാറ്റമുണ്ട്. ഭിത്തി ഗ്ലോസിയാണ്. താഴത്തെ അതേ ഡോർ തന്നെയാണ് മേലെയും കൊടുത്തുള്ളത്. ഫൈബർ ഡോർ തന്നെ. അപ്പം ബെഡ്റൂമിൽ ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭംഗിയുള്ളൊരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. സൗത്ത് സൈഡിൽ ഭിത്തി ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുകയാണ്. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഒരു 12 അടി നീളവും 11 അടി വീതിയിലുമാണ്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മിറർ കൊടുക്കാനുള്ള സ്പേസും ഉണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. നമുക്കിനി ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോവാം. കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയയാണ്. താഴെ കൊടുത്തിരിക്കുന്നത് മാറ്റ് വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈലാണ്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ്റെ ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. വേസ്റ്റ് ലൈൻ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുണ്ട്. അലക്കി വിരിച്ച് ഇവിടെ തന്നെ ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗമാണ്. സ്ക്വയർ ട്യൂബിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹാൻഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. ഡ്രസ്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. അതിവിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയാണ്. വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ബാൽക്കണി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇളം തിണ്ണകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയായിട്ട് ടൈല് ഒട്ടിച്ചിരിക്കുകയാണ്. ഇരിക്കാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ഇതിനെ ഒരു ഹോം തിയേറ്ററാക്കി മാറ്റിയെടുക്കാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് പവർ പോയിൻ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് ഗ്ലാസ് വർക്ക് ചെയ്ത് സൗണ്ട് പ്രൂഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹോം തിയേറ്റർ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാം. 1700 സ്ക്വയർ ഫീറ്റ് 3+ ആണ്. അതുകൂടാതെ 3.5 സെൻറ്റ് ലാൻഡ് ഏരിയയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വെൽ വാട്ടർ വരുന്നുണ്ട്. KW വാട്ടറിൻ്റെ പ്രൊവിഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 67 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ അവൈലബിലിറ്റി ഉണ്ട്. ലോൺ വർക്കിനും സൈറ്റ് വിസിറ്റിനും താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റ് നമ്മുടെ പക്കലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.